ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനി പ്രവർത്തനം നിലച്ചതോടെ കേരളത്തിലെ കാശിനോട് ആർത്തിമൂത്ത ജോലിയൊന്നും ചെയ്യാതെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തേടി പല കമ്പനികളും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പുതിയതായി എത്തുന്നതിൽ വി റിച്ച് എന്ന ഒരു കമ്പനിയുമുണ്ട്. ഹൈറിച്ച് എന്ന പേരുമായി ഏതാണ്ട് സാമ്യം ഉണ്ടെന്ന് തോന്നുന്നതോടെ ഈ കമ്പനിയിലേക്കും കുറേ മണ്ടന്മാർ ഇടിച്ചു കയറും എന്ന ഉറപ്പിലാവും അവർ എത്തുന്നത്. കാരണം പഴയ കാലം മുതൽ, അതായത് ആട്, തേക്ക്, മാഞ്ചിയത്തിൽ തുടങ്ങി പിന്നീട് ക്യൂനെറ്റ്, മോറിസ് കോയിൻ വഴി ഹൈറിച്ചിൽ എത്തി നിൽക്കുന്ന ഈ തട്ടിപ്പ് ശൃംഖലയിൽ മലയാളികൾ ഇപ്പോഴും പണം മുടക്കാൻ തയ്യാറാണെന്നാണ് അവർക്ക് അറിയാവുന്ന വിവരം. കാര്യമായി ജോലിയൊന്നും ചെയ്യാതെ കൂട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എന്ന് വേണ്ട സകല പരിചയക്കാരെയും തങ്ങളുടെ കീഴിൽ ചേർക്കാൻ കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടും എന്ന ഉറപ്പുള്ളതുകൊണ്ട് ഇവരൊക്കെ ഉളുപ്പ് എന്ന ആ സാധനം ഉപേക്ഷിക്കും. ടീം ലീഡർമാർ തലയിലേക്ക് അടിച്ചു കയറ്റിയ പൊള്ളയായ വാഗ്ദാനങ്ങൾ അടങ്ങുന്ന മണ്ടത്തരങ്ങൾ ഇവർ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കും. മോഹന വാഗ്ദാനങ്ങളായ ആഡംബരക്കാർ, മൂന്നാറിലും വാഗമണിലും ലക്ഷറി വില്ലകൾ, ഇതൊക്കെ തന്നെയാവും സ്ഥിരം ഓഫറുകൾ. ഹൈറിച്ചിൻ്റെ 700 ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ടെന്ന് പറയുന്നതിൽ ഭൂരിഭാഗം എണ്ണത്തിൻ്റെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. 500 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് പല ഹൈപ്പർ മാർക്കറ്റുകളും നിലകൊള്ളുന്നത്. അതിൽ തന്നെ വേറെ കമ്പനിയുടെ ബോർഡും കാണാം. കൂട്ടത്തിൽ വലുതായി ഹൈറിച്ച് എന്ന പേരും കാണാം. ഇനി വരാൻ പോകുന്ന വി റിച്ചും കേരളത്തിൽ പല ചെറിയ കടകളിലും ബോർഡ് വച്ചേക്കാം. ആ തട്ടിപ്പ് കമ്പനിയുടെ പേര് ഇപ്പോഴേ ഓർത്ത് വെക്കുക. അത് വി റിച്ച് ഇന്ത്യ മൾട്ടി ട്രേഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഗ്രീൻ കോയിൽ വെട്ടിപ്പ് നടത്തി കോടതി ശിക്ഷിച്ച ഹൈറിച്ചിൻ്റെ സ്വന്തം പ്രതാപൻ സാറിനെ പോലെ തന്നെ ഈ കമ്പനിയുടെ മുതലാളിയും കോട്ടും ടൈയുമൊക്കെ അണിഞ്ഞാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് CMD സാർ മിസ്റ്റർ വിവേകാനന്ദ് ലോധ്ജി എന്നാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ തുടങ്ങിയ സ്ഥാപനമായതുകൊണ്ടാവാം കൂടുതൽ മണ്ടന്മാരെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഒരു വലുതായി ഓം ചിഹ്നമൊക്കെ അതിൽ വരച്ചു വച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ വിയർപ്പിൻ്റെ അസുഖമുള്ളവർ ഈ കമ്പനിയെ ഒന്ന് കരുതിയിരിക്കുക. ഹൈറിച്ച് ഇതുവരെ പൈസ തിരികെ കൊടുത്ത് തുടങ്ങിയിട്ടില്ല. ശ്രീന മാഡം ഓരോ ദിവസവും ഓരോ ഡേറ്റ് മാറ്റി മാറ്റി പറയുന്നുണ്ട്. പാവപ്പെട്ട മെമ്പേഴ്സ് കൈയടിച്ച് അതെല്ലാം ആഘോഷിക്കുന്നുമുണ്ട്. ഏതാണ്ട് 40ഓളം ബാങ്ക് അക്കൗണ്ടുകൾ കേരളത്തിൽ ഉണ്ടെന്ന് പറയുന്ന ഈ ഹൈറിച്ച് എന്ന കമ്പനിക്ക് ഒരു കാര്യം വ്യക്തമായി എന്താണ് പറയാൻ കഴിയാത്തത്. 1,80,00,000 മെമ്പേഴ്സിൽ നിന്നും പിരിച്ച എത്ര രൂപ ഇപ്പോൾ കയ്യിലുണ്ട്? അത് ഇവർക്ക് എപ്പോൾ തിരികെ കൊടുക്കാൻ കഴിയും? ഈ ടീം ലീഡേഴ്സിന് ഇത്രയും വർഷങ്ങൾക്കിടയിൽ എത്ര രൂപ നൽകിയിട്ടുണ്ട്? വളരെ ദരിദ്രരായിരുന്ന പാവപ്പെട്ട പലരും കോടികളുടെ വീട് വച്ചതായും ആഡംബര കാറുകൾ വാങ്ങിച്ചതായും നിങ്ങൾ തന്നെ പല വീഡിയോയിൽ പറയുന്നുമുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഈ പണം നിങ്ങൾ കൊടുത്തത്? ഇതിനൊക്കെ ടാക്സ് കൊടുക്കുന്നുണ്ടോ? ലോട്ടറിയിൽ സമ്മാനം അടിച്ചാലും കൂടുതൽ വരുമാനം ലഭിച്ചാലും ടാക്സ് കൊടുക്കുന്നവരുള്ള നാടാണ് കേരളം. ഇതുപോലുള്ള മണി ചെയിൻ തട്ടിപ്പല്ലാതെ ഓൺലൈനിൽ റമ്മി കളിച്ചാൽ പോലും കൃത്യമായി അവർ ടാക്സ് ഈടാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സെബിയുടെ കീഴിൽ വരുന്ന ഷെയർ മാർക്കറ്റിൽ ബുദ്ധിപരമായി നിക്ഷേപിച്ച് കോടികൾ ലാഭമുണ്ടാക്കുന്നവരുമുണ്ട്. അത് ഈ പറഞ്ഞ ടാക്സ് ഒക്കെ ഉള്ള സംവിധാനമാണ്. നിങ്ങൾ കുറേ പേർ ഒരുമിച്ച് കൂടി കുറിക്കല്യാണം നടത്തുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തി അതിൽ താഴേക്കിടയിലുള്ള കുറേ പേരെ പറ്റിക്കുന്നത് ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കരുത്. അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ തൊട്ടു പിന്നാലെയുണ്ട്. പ്രതാപനും ശ്രീനയും എന്ന് വേണ്ട സകല ലീഡർമാരെയും തേടി അവർ എത്തിത്തുടങ്ങി എന്നാണ് അറിയുന്നത്. പലരും മുങ്ങിയതായും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഹൈറിച്ചിൽ പൈസ പോയവർ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നീങ്ങുക. പുതിയതായി വരുന്ന വി റിച്ചിൽ ചേർന്ന് ഈ നഷ്ടം നികത്താനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കരയേണ്ടി വരും. കാരണം പ്രതാപനും ശ്രീനയും കുറച്ച് സമയമെടുത്താണ് ഈ ഹൈറിച്ച് കമ്പനി പൊട്ടിച്ചത്. അതുകൊണ്ട് കുറച്ച് പേർക്ക് കുറച്ച് പൈസ കിട്ടിക്കാണും. ഈ നോർത്ത് ഇന്ത്യക്കാർ യാതൊരു കണ്ണിച്ചോരയും ഇല്ലാത്ത ആൾക്കാരാണ്. ഏറിയാൽ 1 വർഷം. അവർക്ക് മുങ്ങാൻ അത്രയും സമയം മതി. ഒരു കാര്യം മാത്രം ഗ്യാരണ്ടിയാണ്, ഹൈറിച്ചിനേക്കാൾ വലിയ തട്ടിപ്പായിരിക്കും വി റിച്ച്.